എന്നാൽ തുടങ്ങിയാലോ? വെൽക്കം ടു ഡേ 2 ഓഫ് മൈ 30 ഡേയ്സ് ചാലഞ്ച്. നല്ല തൊണ്ടവേദനയും കോൾഡൊക്കെ ആയിട്ടാണ് ദിവസം തുടങ്ങിയത്. വെയ്യാന്ന് പറഞ്ഞ് കിടന്ന പിന്നെ എണീക്കില്ലെന്ന് നല്ല ഉറപ്പുള്ളതുകൊണ്ട് അലാം കേട്ടപ്പോൾ തന്നെ ചാടി പിടിച്ച് എണീറ്റു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെടികൾ വാങ്ങിക്കൊണ്ടെന്ന് കൊല്ലുന്നൊരു ക്രൂരമുഖം എനിക്കുണ്ട്. 3-4 ദിവസം ബാംഗ്ലൂർ പോയപ്പോൾ ഇവിടെ വെള്ളം ഒഴിക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വാടിപ്പോയതാണ്. നമ്മൾ താഴെ ഇറങ്ങി ഒരു 10-20 മിനിറ്റ് നടന്നിട്ടാണ് മെല്ലെ മേലോട്ട് കയറിയത്. ഞാൻ ഒട്ടും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു പരിപാടിയല്ല കേട്ടോ കുക്കിംഗ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാമെന്ന് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. ഞാൻ പണ്ട് ഭയങ്കര പിക്കി ഈറ്ററായിരുന്നു കേട്ടോ. പല പച്ചക്കറികളും ഞാൻ കൂട്ടില്ല, പല കാര്യങ്ങളും കഴിക്കില്ല. അതുകൊണ്ട് എനിക്ക് കഴിക്കുന്നത്, ഏട്ടന് കഴിക്കുന്നത്, അച്ഛന് കഴിക്കാൻ പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ഐറ്റംസാണ് എൻ്റെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കാറ്. ഇപ്പം ആലോചിക്കുമ്പോഴാണ് എനിക്ക് എത്രത്തോളം ഞാൻ അമ്മയെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാവുന്നത്. ഇന്ന് ഓർഡർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിട്ട് പോലും വെയ്യാത്ത ദിവസങ്ങളിലൊക്കെ കുക്ക് ചെയ്യേണ്ടി വരുമ്പോൾ വിഷമം തോന്നാറുണ്ട്. അപ്പോൾ അമ്മ എത്രത്തോളം വിഷമിച്ച് കാണുമെന്ന് ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. പക്ഷെ അമ്മ ഇപ്പോഴും ആ ശീലങ്ങളൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയായി. ഞാൻ അടുക്കള ക്ലോസ് ചെയ്തു, പക്ഷേ ഡോറ് ക്ലോസ് ആവാൻ റെഡി ആയിരുന്നില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വലിയ ആവേശത്തിൽ ജോലിക്ക് കയറിയെങ്കിലും ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ സിക്ക് ലീവിൻ്റെ മെയിലും അയച്ച് ബെഡിലോട്ട് കയറി. ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ബെഡിൽ നിന്ന് എണീക്കുന്നത് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. ഹസ്ബൻഡിന് ലീവ് ആയതുകൊണ്ട് ആളും ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക്. ഒന്ന് ഫ്രഷായി ഒരു ചായയൊക്കെ കുടിച്ച് ഉഷാറായപ്പോൾ അങ്ങനെ ഈ സൈഡിൽ കൂടെ നമ്മുടെ ഡിന്നറും കൂടെ നമ്മൾ കുക്ക് ചെയ്തു. ആ ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. നമ്മുടെ ഡേ 2 ചാലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.